ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഈ ദിവസത്തിൽ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത്ര പരിചിതമല്ലാത്ത ഒരു പ്രതിഭാസമായിരിക്കും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതായത് കള്ളക്കടൽ എന്നാൽ എന്താണ് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ സംശയത്തോടെ നോക്കുന്നുണ്ടോ എല്ലാവരും. അതൊക്കെ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം ഇന്ന് സംസ്ഥാനത്ത് ആദ്യമായി റെഡ് അലേർട്ട്, അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തീരദേശങ്ങളിലുള്ളവർക്ക് വിനോദസഞ്ചാരങ്ങളിൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോകാൻ കള്ളക്കടലാണ്. ഇന്ന് തൽക്കാലം ബീച്ച് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റു വാർത്തകൾ, അതായത് ഇപ്പോൾ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം തൊട്ട് ഈ വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണല്ലോ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് ഇന്നൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഗതാഗത മന്ത്രി. അതിൻ്റെ വാർത്ത വരാനുണ്ട്. ഇനി KPCC നേതൃയോഗമുണ്ട് ഇന്ന് തിരുവനന്തപുരത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നമ്മൾ ഞെട്ടിച്ച ഒരു സംഭവമുണ്ട് നമ്മളെല്ലാവരെയും. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി ഫ്ലാറ്റിന് മുകളിൽ നിറഞ്ഞ ഒരു കാഴ്ച. അതിൻ്റെ ഒരു അതീവ ക്രൂരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഉണ്ടായത്. വായിൽ തുണി തിരുകി, ഷോളിട്ട് കഴുത്തു മുറുക്കി, അങ്ങനെയൊക്കെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് വരും. അപ്പോൾ എന്തായാലും നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ കള്ളക്കടൽ മുന്നറിയിപ്പ് എന്നുള്ളത് എന്താണ് എന്ന് നോക്കി തന്നെ നമുക്ക് തുടങ്ങാം. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. റെഡ് അലേർട്ട് അത് തുടരുന്നു. 1.5 മീറ്റർ ഉയരത്തിൽ വരെ ഈ തിരമാല ശക്തി പ്രാപിച്ചെത്തിയേക്കാം എന്നുള്ളതാണ് വിലയിരുത്തൽ. വള്ളം, വല എന്നിങ്ങനെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, അതായത് ബീച്ചുകളിൽ നിരോധനമാണ്. ആരും ഇന്ന് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും ഒപ്പം കാസർഗോഡ് നിന്ന് KV ബൈജുവും നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കാം ഉണ്ട്. ആദ്യം ഞാൻ കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ നമ്മൾ മലയാളികൾക്ക് അത്രമാത്രം പരിചിതമൊന്നുമല്ല ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞാൽ അത് സുനാമിയാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ സുനാമി അല്ല. അപ്പോൾ എന്നാണെങ്കിലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് റെഡ് അലർട്ട് നിലനിൽക്കുന്നു. കാസർഗോഡ് സാഹചര്യം എന്താണ്? തീർച്ചയായും എൽദോ, കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതായത് തീരദേശ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ബേക്കൽ, പള്ളിക്കര ബീച്ച്, ഒപ്പം ഹോസ്ദുർഗ് കൈറ്റ് ബീച്ച്, കണ്ണുതീർത്ത, ചെമ്പരിക്ക, അതായത് തൈക്കടപ്പുറം, അഴീത്തല എന്നിവിടങ്ങളിലാണ് പൂർണ്ണമായും ഇത്തരത്തിൽ സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീരപ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി തുറക്കാൻ ജില്ലാ കലക്ടർ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജാഗ്രതയാണ് തീരപ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. നമുക്കറിയാം, കാലവർഷത്തിൽ വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കാലവർഷത്തിൽ തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊപ്പമാണ് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം കൂടി വന്നിരിക്കുന്നത്. മാത്രമല്ല 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ചെറിയ വള്ളങ്ങൾ, ഒപ്പം യാനങ്ങളിലും മത്സ്യബന്ധനം, അതായത് രാത്രി 10 മണിക്ക് ശേഷമുള്ള മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദുരന്ത നിവാരണ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വിനോദസഞ്ചാര മേഖല, തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലെല്ലാം ഇത്തരത്തിൽ നിരോധനമുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയാണ് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ്. പ്രത്യേകിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് പള്ളിക്കര ബീച്ചിൽ, ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെ ഒരു ജില്ല മുഴുവൻ 65 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതാണ്. തീരപ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല, പലയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനായി പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പുകളും ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരെയും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എൽദോ, KV ബൈജു ആണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഈ കാസർഗോഡൊക്കെ ബേക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത തുടരുന്നു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ തിരുവനന്തപുരത്ത് ഒരുപാട് ബീച്ചുകൾ, പ്രത്യേകിച്ചും ശംഖുമുഖം, നമ്മുടെ കോവളം ഉൾപ്പെടെയുള്ള ബീച്ചുകളുണ്ട്. ഒരുപാട് സഞ്ചാരികൾ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങാൻ എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? കഴിഞ്ഞ ദിവസം തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മളിപ്പോൾ വലിയ തുറയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിൽ
ഭൂരിഭാഗവും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകും എന്ന ആ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ വള്ളങ്ങൾ കരയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങളുണ്ടായത്. അവരുടെ വള്ളങ്ങളും വലയും ഉൾപ്പെടെ ഉപകരണങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ വരെ കടൽത്തിര ഉയരാം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ തവണ ഇങ്ങനെ ഈ പ്രതിഭാസമുണ്ടായപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വീടുകളിലേക്ക് ജലം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആഗോളതാപനത്തിൻ്റെ ഒക്കെയും ഫലമായി നേരത്തെ വല്ലപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം, വേനൽക്കാലത്ത് ഇങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകാറുണ്ട്. അത് കടലിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വല്ലപ്പോഴും സംഭവിച്ചിരുന്നത്. ഇപ്പോൾ തുടർച്ചയായി സംഭവിക്കുന്നു എന്നത് മത്സ്യത്തൊഴിലാളികളെ വല്ലാതെ അലട്ടുകയും ചെയ്യുന്നു. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കള്ളക്കടൽ എന്താണ് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇങ്ങനെ ഏവരും നോക്കുന്നപ്പോൾ എന്താണ് കള്ളക്കടൽ എന്ന് നമുക്ക് നോക്കാം. ഈ സമുദ്ര ഉപരിതലത്തിലെ മാറ്റങ്ങളെ തുടർന്ന്, അത് കാലാവസ്ഥയെ തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകൾ, അത് ആണ് ഈ കള്ളക്കടലിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, കാറ്റോ മഴ അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് ആഞ്ഞടിക്കും. അപ്പോൾ അതാണ് കള്ളക്കടൽ. അത് നമുക്ക് വിശദീകരിച്ച് തരും ഐഷത്തുൽ ഷംന ന്യൂസ് 18 കുടുംബത്തിലെ പുതിയ അംഗമാണ്. ഷംന വിവരിക്കും, എക്സ്പ്ലെയിനർ. കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണം ശക്തമായ കടലാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് കള്ളക്കടൽ? സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. സുനാമി സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സുനാമിയുമായി സാമ്യതകൾ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുണ്ട്. എങ്കിലും സുനാമിയോളം ഭീകരനല്ല, പക്ഷേ അത്ര നിസ്സാരക്കാരനുമല്ല. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. 2018 കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കള്ളക്കടൽ ഉണ്ടാക്കിയത്. 100 കണക്കിന് വീടുകളാണ് അന്ന് തകർന്നത്. ഈ സമയത്ത് തീരദേശവാസികളും തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃത്യമായ ജാഗ്രത പാലിക്കണം. അപ്പോൾ അതാണ് കള്ളക്കടൽ. ഇനി നമ്മൾ ആദ്യം സൂചിപ്പിച്ച എറണാകുളം പനമ്പള്ളി നഗറിലെ ആ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ വാർത്തയിലേക്ക് പോവുകയാണ്. ആ കൊലപാതകം ശ്വാസം മുട്ടിച്ചാണ് എന്നാണ് യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെ കയറ്റി. 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു. പേടിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി മൊഴി നൽകി. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, മനസാക്ഷി ഞെട്ടിച്ചതാണ്, പക്ഷെ അപ്പോൾ പോലും കുറേ ആശങ്കകളുണ്ട്. അതൊരു വല്ലാത്ത ഒരു കേസായി പോലീസിൻ്റെ ഡയറിയിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് യുവതി മൊഴിയാൻ നൽകിയത്? എൽദോ, യുവതിയുടെ മൊഴി സംബന്ധിച്ചുള്ള അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മൊഴിയെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ അത് പുറത്തു വരുന്നത്. എൽദോ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം, വളരെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരു അമ്മയ്ക്ക് അത് ചെയ്യാനൊക്കെ കഴിയുമോ, അമ്മയ്ക്ക് എന്നല്ല ആർക്കും ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ എന്നെല്ലാം തന്നെ ആശങ്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോഴാണ് അവർ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് എന്നത് സംബന്ധിച്ച് പോലീസിനോട് പറഞ്ഞതിൻ്റെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു, ഒപ്പം അതിൽ കരയാതിരിക്കാൻ ആ കുരുന്നിൻ്റെ വായിൽ തുണി തിരികെ എന്നതെല്ലാം തന്നെ പറയുന്നു. പുറത്ത് അമ്മ 8 മണിയോടുകൂടി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പരിഭ്രാന്തിയിലാണ് പിന്നീടുണ്ടായ കാര്യങ്ങൾ ചെയ്ത് കയ്യിൽ കിട്ടിയ ഒരു കവറിലാക്കി കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നതെല്ലാമാണ് അതെല്ലാമാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ സംബന്ധിയായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇവരുടെ അറസ്റ്റ് പോലീസ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. ഇതിൽ ഇനി തുടരുന്ന ഒരു നിയമ നടപടികൾ എന്ന രീതിയിൽ പറയുന്നത് മജിസ്ട്രേറ്റ് അവരുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. പോലീസിൻ്റെ ഒരു കസ്റ്റഡിയിൽ തന്നെയാണ്, നിരീക്ഷണത്തിൽ തന്നെയാണ് അവർ.
മജിസ്ട്രേറ്റ് എത്തി അവരെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തും. നിലവിൽ അവർ പോലീസിനോട് കുറ്റസമ്മതമെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. താൻ ഇത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ഗർഭം അലസിപ്പിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളെല്ലാം തന്നെ തുടക്കം അവർ ചെയ്തു എന്നതാണ്. ഇതിൽ സമൂഹ മാധ്യമങ്ങളടക്കം ഇക്കാര്യങ്ങളിൽ അവർ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം ചില അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുള്ളതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി ഇല്ലാതാക്കാനുള്ളൊരു ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നു. പിന്നീട് അത് നടക്കാതെ വന്നു. ഈ പെൺകുട്ടി പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല എന്നതെല്ലാമാണ് പറഞ്ഞിരുന്നത്. അതായത് പുറത്തിറങ്ങിയാൽ തന്നെ അത് വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് വരാതിരിക്കാൻ വളരെ അയഞ്ഞ വസ്ത്രങ്ങളെല്ലാം തന്നെ ധരിച്ചിരുന്നു എന്നെല്ലാമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ പോലീസ് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കും. കാരണം ഈ രീതിയിൽ ഇവർക്ക് മാത്രമാണ് പങ്ക് എന്ന് പോലീസ് ഇന്നലെ പറഞ്ഞുവെങ്കിൽ കൂടി അതിൻ്റെ ഒരു മറ്റു പരിസരം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് താൻ ബലാത്സംഗത്തിനിരയായി ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരാൾ യുവാവിനെ കുറിച്ചുള്ളൊരു വിശദാംശങ്ങൾ ഇവർ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. മൊഴിയിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാൾ, അയാളുമായുള്ള ഒരു അടുപ്പമാണ്, അയാൾ നിർബന്ധിതമായി തന്നെ ഇതിന് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഫോൺ, ഈ പെൺകുട്ടിയുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് അവർ പറഞ്ഞത് അത്രയും ശരിയാണോ, ഈ രീതിയിൽ തന്നെയുള്ളതായിരുന്നു, അവരുടെ ഒരു ബന്ധം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിന് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ സുഖമായതിനു ശേഷം ഒരുപക്ഷെ അത് ഒരു പക്ഷേ ഇന്ന് ഉണ്ടാകുമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കൂടുതൽ എടുത്തേക്കാം ആശുപത്രിയിൽ നിന്ന് വിടുതലാവാൻ. അങ്ങനെയെങ്കിൽ അവരെ ഒരു കസ്റ്റഡിയിൽ വാങ്ങിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ യുവാവിന് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് പോലീസ് തിരിയുക. അത്തരം കാര്യങ്ങൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗത്തിലേക്ക് തന്നെ മാറുകയും ചെയ്യും. നിലവിൽ പോലീസ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് കുട്ടിക്കെതിരെ കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന കൊലക്കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു പരാതി ഇത് സംബന്ധിച്ച് ഈ യുവാവിനെ സംബന്ധിച്ചുണ്ടാവുകയാണെങ്കിൽ അത് മറ്റൊരു കേസായി മാറുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് പീഡന കേസായിട്ട് തന്നെ മാറുമെന്നാണ് പറഞ്ഞത്. ഇന്നലെയും പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ സംബന്ധിച്ച് പറഞ്ഞത് ഒരു അതിജീവിതയാണ്, അവരൊരു വ്യക്തിമാണ് എന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. എന്തായാലും അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നില്ല. അവരുടെ ഈ മൊഴി ഇങ്ങനെ അവർ പറയാനിടയാക്കിയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ, അവരുടെ മൊഴിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് മജിസ്ട്രേറ്റ് സ്വാഭാവികമായും അവിടെ എത്തി മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത്തരമൊരു നടപടി ഉണ്ടാകുന്നെങ്കിൽ ഇന്ന് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇവരുടെ കുടുംബത്തെ, അത് ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ളൊരു അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരിൽ നിന്നെല്ലാം തന്നെ ഇവർക്ക് ഇത് മറച്ചുവെക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു മൊഴിയാണ് അവർ നൽകിയിരിക്കുന്നത്. വീട്ടുകാരും ഇതിന് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മൊഴി നൽകിയത്. അവർക്ക് ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്ന രീതിയിലാണ് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൊഴി വിശദാംശങ്ങളടക്കം പരിശോധിക്കും. ഇവരെങ്കിൽ ഈ രീതിയിൽ പറയുന്നെങ്കിൽ അവരൊരു ഇരയാണ് എന്ന രീതിയിലേക്ക് ഒരു വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അവർ പറയുന്നത് ശരിയാണ് എന്നത് പോലീസ് പരിശോധിക്കും. കാരണം അത്തരം രീതിയിലേക്കൊരു പരാതി ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നതടക്കം ഇവരുടെ ഫോൺ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ യുവാവിനെയും ഇത് സംബന്ധിയായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്തായാലും വളരെ ഞെട്ടിച്ച, മനസാക്ഷിയെ വല്ലാതുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം കുഞ്ഞിനെ തന്നെ ഈ രീതിയിൽ വലിച്ചെറിയുന്ന രീതിയിൽ, ഇല്ലാതാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അവർ പറഞ്ഞത് അത് അറിയാതെ, വീട്ടിൽ ഇത് അറിയാതെ സൂക്ഷിച്ചിരുന്നു. തനിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നതറിയാതെ വീട്ടിൽ പറയാതെ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി പ്രസവം നടക്കുന്നു. പിന്നീട് ഈ കുട്ടിയില്ലാതെ ആക്കുക എന്ന രീതിയിലേക്ക് ചിന്തകളെല്ലാം തന്നെ വന്നപ്പോൾ പെട്ടെന്നുള്ള ഒരു പരിഭ്രാന്തിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് കയ്യിൽ കിട്ടിയ കവറിലാക്കി പുറത്തേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു എന്നതാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. എന്തായാലും പോലീസ് ഈ കേസിൻ്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയാണ്. എൽദോ, ഡാനി, ഈ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ അതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ, അത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായിരുന്നു,
നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ചാപിള്ളയാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള പോലീസ്. അപ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു കുഞ്ഞായിരുന്നു. മാത്രമല്ല ഇത്രയും നാൾ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി ആ വീട്ടിലും ആ ഫ്ലാറ്റിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ ഇറങ്ങി നടന്നിട്ട് ആർക്കും അത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമില്ലേ? എന്താണ് അതിൽ പോലീസിൻ്റെ ഒരു നിലപാട്? ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ എപ്പോഴത്തേക്ക് ലഭ്യമാകുമായിരിക്കും? എൽദോ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൽദോ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രേക്ഷകർ കേൾക്കുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്. കാരണം ഇതെങ്ങനെയാണ് മറച്ചു വയ്ക്കാൻ കഴിയുക? അതും മറ്റുള്ളവരിൽ നിന്നാണെങ്കിൽ സ്വന്തം വീട്ടിൽ, വീടിനകത്ത് ഇതെങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നെല്ലാം തന്നെ വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നലെ അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു പുറത്തു കൂടിയിരുന്നവർ പലരും പറയുന്നതും കാര്യങ്ങളും അങ്ങനെയാണ്. ഇതെങ്ങനെ ഇവർ ഇത്ര കാലം മറച്ചു വെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പ്രിമിച്ചറായിരുന്നോ എന്നതടക്കമുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അത് സംബന്ധിച്ച് ഒരു ആധികാരികമായി അവർക്ക് പറയണമെങ്കിൽ തീർച്ചയായും ഈ കുട്ടിയുടെ പരിശോധന ഫലങ്ങളെല്ലാം തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ ഈ രീതിയിൽ വീടിന് കാര്യമായ രീതിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് നാളെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്, അതായത് ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ നിന്ന് വീട്ടുജോലിക്കാരി അടക്കം ഒഴിവാക്കിയിരുന്നതായും പറയുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടി മുറിക്കകത്ത് തന്നെയായിരുന്നു ഏറിയ പങ്കും ചെലവഴിച്ചിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അത് പോലീസ് കൃത്യമായ രീതിയിൽ ഒരു പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ഒന്നും കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ കുറ്റകൃത്യത്തിൽ അച്ഛനും അമ്മയ്ക്കും പങ്കില്ല എന്ന് തന്നെയാണ് തുടക്കത്തിൽ പോലീസ് ഇന്നലെ പ്രാഥമികമായി അവരിൽ നിന്ന് എടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നുകൂടി പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങളൊന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ആരെങ്കിലുമായി രീതിയിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഫോണിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നത് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്നതടക്കമുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോലീസ് എത്താൻ കഴിയൂ. മാത്രവുമല്ല വീട്ടുകാരെയും ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി കടന്നു പോവുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നേരത്തെ പൊതുവിൽ ഉന്നയിക്കപ്പെടുന്ന ആ ഒരു ചോദ്യം, എങ്ങനെ ഈ കുട്ടി ഈ യുവതി ഇത്ര കാലം ഇത് മറച്ചു വെച്ചു, തൻ്റെ ഒരു ഗർഭാവസ്ഥ മറച്ചു വെച്ചു, വീട്ടിൽ നിന്ന് അടക്കം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇതത്രയും പറയുന്നത് ഒരു കുടുംബം മുഴുവനായി നിന്ന് ഇതിൽ നുണ പറയുന്നതിനൊപ്പം കൂട്ടുനിൽക്കുകയാണെന്ന് പൊതുസമൂഹം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടണമെങ്കിൽ ഈ കുട്ടിയുടെ ഇപ്പോഴുള്ള കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ പരിശോധനകളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് പൂർണ്ണ വളർച്ചയെത്തിയതായിരുന്നോ ചാപിള്ളയായിരുന്നോ എന്നൊരു സംശയം ഇന്നലെ പോലീസ് കമ്മീഷണർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ആധികാരികത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിൽ തന്നെ ഇന്ന് തന്നെ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല മജിസ്ട്രേറ്റ് അവരെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കുറെ കൂടി ഒരു വിശദാംശങ്ങളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഇതിന് ശേഷം പോലീസിന് സ്വാഭാവികമായി നമ്മൾ ഇതുപോലെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു ഫോണിൻ്റെ ഒരു പരിശോധനകളടക്കം ഇവർ ചാറ്റ് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുകൂടി കുറച്ചുകൂടി ഇതിൽ വ്യക്തത ലഭിക്കുകയും ചെയ്യും. ഒപ്പം ഇവർ പറഞ്ഞ പരാതി സംബന്ധിച്ച് പോലീസ് അപ്പാടെ അത് വിശ്വസിക്കുന്നില്ല. കാരണം താനൊരു പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഈ യുവതിയുടെ വാദം അത് പോലീസ് മുഴുവനായിട്ട് വിശ്വസിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ഈ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഴുവനായും ശരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടെ ഒരു പരാതിയിൽ മറ്റ് നടപടികൾ ഉണ്ടാകുക. അതിജീവിതയെന്ന് പോലീസ് ഇന്നലെ വിശേഷിപ്പിച്ചതുപോലെ തന്നെയാണോ കാര്യങ്ങളെന്നത് അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് കൂടുതൽ വ്യക്തത വരുത്തുക. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ യൂട്യൂബിലൊരു കമൻറ്റ് പ്രഭാഷാണ്.
കഷ്ടം നേരം വെളുക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു വാർത്തയൊക്കെ വേണം, അത് ഒഴിവാക്കിക്കൂടെ? ഇന്നലെ തന്നെ കേട്ടു, മനസ്സുമടുത്തു എന്നുള്ളത്. പ്രഭാഷേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വാർത്തകൾ അത് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇത് എങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയും? അത് ഒരു മാധ്യമത്തിനും മറച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ലല്ലോ. ഇത്തരം ക്രൈം വാർത്തകൾ വരുന്നു, ആ വാർത്തകൾ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞങ്ങളും അത്ര സന്തോഷത്തോടു കൂടിയല്ല ആ വാർത്ത പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ കൂടുതൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകളിലേക്ക് എത്താമെന്ന് കരുതാം പ്രഭാഷ്. അപ്പോൾ എന്താണെങ്കിലും ഒരു ഇടവേളയിലേക്ക് പോകുന്നു. മോർണിംഗ് ബൈക്സ് അതിവേഗം തിരികെ എത്താം ബ്രേക്കിലേക്ക്. അക്ഷയ തൃതീയ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിൽ ഉറച്ച് KSEB. ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റ് മാർഗമില്ല എന്നാണ് KSEB പറയുന്നത്. മറ്റു നിയന്ത്രണങ്ങൾ ഫലപ്രദമാകില്ലെന്നും ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നും KSEB വിലയിരുത്തുന്നു. VV അരുൺ വിവരങ്ങൾ നൽകാൻ. അരുൺ, അപ്പോൾ ലോഡ് ഷെഡിംഗ് വേണം, അല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന്, അത് മറ്റൊരു പോംവഴി കണ്ടെത്താൻ യാതൊരു സാധ്യതയുമില്ലേ? എന്തോ കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ KSEBയുടെ ബോർഡ് യോഗം ചേർന്നിരുന്നു. അവിടെ ഏത് വിധേനയും 15 ദിവസം കൊണ്ട് പ്രതിസന്ധി മറികടക്കാമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വച്ചത്. 15 ദിവസം കൊണ്ട് മഴ ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതെ പ്രതിസന്ധി പരിഹരിക്കാമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖല തന്നെ തകരാറാകുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെയൊക്കെ വൈദ്യുതി ഉപയോഗം. കഴിഞ്ഞ ദിവസം രാത്രി 5797 മെഗാവാട്ടാണ് വൈദ്യുതി ആവശ്യം വന്നത്. ഇത് പിന്നീട് ഒരു ഘട്ടത്തിൽ 5754 വരെ എത്തി. ആ രീതിയിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്നുണ്ട്. ഈ വാണിജ്യ ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി 10 ശേഷം വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചുമൊക്കെ അലങ്കാര വിളക്കുകൾ ഉള്ളവ അത് കെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമായ ഗുണമുണ്ടാകില്ലെന്നാണ് KSEB പറയുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾ കൂടി ആ രീതിയിൽ സഹകരിക്കണം. എല്ലായിടത്തും AC-യും ഫാനും മുഴുവൻ സമയം ഇടുന്ന ഒരു അവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. അതിൽ കുറവ് വരുത്താതെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനാകില്ല എന്ന ഒരു വിലയിരുത്തലാണ് KSEBക്ക് വീണ്ടും ഉള്ളത്. 2 ദിവസത്തെ കൂടി ഉപയോഗം KSEB പരിശോധിക്കും. അതിനുശേഷം വീണ്ടും ലോഡ് ഷെഡിംഗ് ശുപാർശ നൽകാനാണ് നീക്കം. അപ്പോൾ ഒരു അതിവേഗത്തിലൊരു മഴ അത്തരത്തിൽ സാധ്യതയില്ല എങ്കിൽ പൂർണ്ണമായും ഒരു ലോഡ് ഷെഡിംഗ് എന്നുള്ള തീരുമാനത്തിലേക്ക് മാത്രം എത്തിച്ചേരേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ നിർബന്ധിതമാകും അല്ലേ? അങ്ങനെ വേണം കരുതാൻ. സർക്കാർ പരമാവധി ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു മാർഗങ്ങൾ തേടണമെന്ന നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഈ വൻകിട ഉപഭോക്താക്കളെയും ഈ മാളുകൾ പോലുള്ളവയ്ക്കുമൊക്കെ നിയന്ത്രണം. അലങ്കാര വിളക്കുകൾ രാത്രി ഈ പീക്ക് അവറിൽ തെളിക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയാൽ ലോഡ് ഷെഡിങ്ങിലേക്ക് തന്നെ സംസ്ഥാനം പോകേണ്ടി വരും. അല്ലെങ്കിൽ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ലഭിക്കണം എന്നുള്ളതാണ് സാഹചര്യം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ലോഡ് ഷെഡിംഗ് വേണമെന്നുള്ള നിലപാടിലാണ് KSEB. മറ്റ് നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നില്ല, ജനങ്ങൾ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് മാറി നിൽക്കാം, രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. KSEB നിർബന്ധിതരാവുകയാണ് ലോഡ് ഷെഡിങ്ങിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കൊടും ചൂടാണ്, കേരളത്തിന് പൊള്ളുന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അത് തുടരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മേഖലകൾ തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങുകയും ചെയ്തു. രാത്രി 7-നും അർദ്ധരാത്രി 1 മണിക്കുമിടയിൽ പാലക്കാട് ജില്ലയിലെ പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം വന്നു. എസ് ദിനേഷ് കുമാർ പാലക്കാട് നിന്ന്. വിനേഷ്, എങ്ങനെയാണ് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായോ പാലക്കാട്? എൽദോ, വലിയ തോതിലുള്ള ഉഷ്ണ തരംഗ സാധ്യത നിലനിൽക്കുന്ന ജില്ലയിലൊന്നാണ് പാലക്കാട്. പാലക്കാട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം കാര്യമായി തന്നെ ആളുകളെ ബാധിക്കും. ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ തന്നെ പലപ്പോഴായി കറണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഡെപ്യൂട്ടി എഞ്ചിനീയർ, അതായത് ഈ മേഖലയിൽ, അതായത് പാലക്കാട് ജില്ലയിലെ KSEB ഡെപ്യൂട്ടി എഞ്ചിനീയർ
കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഓരോ സബ് ഡിവിഷൻ തിരിച്ചാണ് രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിൽ കറണ്ട് പല സമയങ്ങളിൽ പോവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഇവിടെയാണ്: മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുകര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്കോട്, ചിറ്റൂർ, വടക്കാഞ്ചേരി, കൊടുവായൂർ, നെന്മാറ, ഒലവക്കോട് സബ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പറയുന്നത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പെരിന്തൽമണ്ണ സബ് സ്റ്റേഷനുകൾ, ഇതും ഏറെക്കുറെ ആ ഒരു വള്ളുവനാട്ടിൽ തന്നെ വരുന്ന 2 സബ് സ്റ്റേഷനുകളാണ്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ വൈദ്യുതി പവർ കട്ട് ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ പവർ കട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണമാണെന്ന് പറഞ്ഞൊഴിയുകയാണ് KSEBക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമുക്കറിയാം, പാലക്കാടൊന്നും ഫാൻ ഇല്ലാതെയോ അല്ലെങ്കിൽ AC ഇല്ലാതെയോ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, രാത്രിയിലും പകലായാലും എല്ലാം. ഇതിനിടയിലാണ് ഏറ്റവും പീക്ക് ടൈമിൽ 7 മണിക്കും അർദ്ധരാത്രി 1-നും ഇടയിലാണ് പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്നലെ അത് മിനിയാന്ന് ഔദ്യോഗികമായി അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രിയിൽ ഇതുപോലെ തന്നെ കറണ്ട് പോകുന്നുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നു, ചില സമയത്ത് വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പോകുന്നു. ഈ ഒരു അവസ്ഥ പാലക്കാട് ഉണ്ട്. ഇനി അവിടുത്തെ ചൂട് എങ്ങനെ തുടരുന്നു വിനേഷ്? ഈ വലിയ പ്രശ്നമാണല്ലോ വെള്ളം, കുടിവെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചൂടിൽ കുറവ് വരുന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇന്നലെ വിനേഷ് രാവിലെ മോർണിംഗ് വൈബ്സിൽ നിന്നപ്പോൾ പറഞ്ഞിരുന്നു ഒരു മഴക്കാറുണ്ട്, മഴ സാധ്യത കാണുന്നു എന്നൊക്കെ. അപ്പോൾ നേരിയ മഴയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ പാലക്കാട് ഉണ്ടായോ? ചൂടിന്റെ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ? ചൂട് തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. മഴക്കാറുണ്ടായിരുന്നു, ഇന്നലെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് കുറവായിരുന്നു, വളരെ കുറച്ച് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ മഴയുണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം മറ്റു പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ പാലക്കാട് ജില്ലയിൽ എവിടെയും മഴയെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ചാറ്റൽ മഴ പോലും ഉണ്ടായില്ല. ചാറ്റൽ മഴ കൊണ്ട് കാര്യവുമില്ല. എന്തായാലും ശക്തമായ മഴ, ഇടമഴ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് ശമനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇന്നലെ എന്തായാലും മഴ ഉണ്ടായിട്ടില്ല. ആ ഒരു മാറ്റം, പാലക്കാട് ഇപ്പോഴും മേഘാവൃതമായി തന്നെയാണ് ഇരിക്കുന്നത്. മഴ ചിലർ പക്ഷെ പെയ്തേക്കാം എന്നുള്ളത്. ഇന്നലെ പക്ഷെ മഴ പെയ്യും എന്നുള്ളൊരു പ്രതീതി തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ അത്രത്തോളം കാർമേഘങ്ങൾ മൂടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മഴ ഉണ്ടായില്ല. എന്തായാലും ആ പകൽ അതുകൊണ്ട് തന്നെ മൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് ചൂടാണ്. പക്ഷെ അപ്പോഴും ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വേർത്തൊഴുകുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ പാലക്കാട് ഉണ്ട്. എന്നാലും മഴക്കാർ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള ചൂടില്ല എന്നുള്ളത് മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഇപ്പോൾ ചെറിയ തോതിൽ കാർമേഘങ്ങൾ മൂടിയിട്ടുണ്ട്, വളരെ ചെറിയ തോതിലാണ്. പക്ഷേ ഉഷ്ണതരംഗ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിരുന്നു നേരത്തെ തന്നെ ജില്ലാ കളക്ടർ. പിന്നെ അത് സംസ്ഥാന വ്യാപകമാവുകയും ചെയ്തു. എന്തായാലും ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. രാവിലെ 11-നും ഉച്ചയ്ക്ക് ശേഷം 3-നും ഇടയിൽ പുറം ജോലി ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന തൊഴിലാളികളുടെ സ്ഥാപനങ്ങളാണെങ്കിലും തൊഴിലുടമകളാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കുന്ന ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ശരി അഭിനേഷ്, എന്തായാലും പാലക്കാട് വലിയ ചൂടാണ്, ആ ചൂട് തുടരുകയാണ്, മഴക്കാറുണ്ട്. അപ്പോൾ ഈ ഉഷ്ണവും അതിരൂക്ഷമാണ് പാലക്കാട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണത്തിൽ KSEB കുറ്റം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ പരമാവധി വൈദ്യുതി നിയന്ത്രിക്കാൻ കഴിയുമോ അത്തരത്തിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ വൈദ്യുതിയുടെ ഈ റെക്കോർഡ് ഉപഭോഗമാണ് ഇപ്പോൾ. ആ റെക്കോർഡ് ഉപഭോഗത്തിൽ നമുക്ക് മാറി ഒന്ന് വൈദ്യുതി കുറയ്ക്കാൻ കഴിഞ്ഞാൽ, ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോഡ് ഷെഡിങ്ങും നിയന്ത്രണങ്ങളും ഒക്കെ മാറ്റിയേക്കും, ഒഴിവാക്കിയേക്കും എന്നുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ അക്കാദമി സെലക്ഷൻ അത് ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്ന് മറ്റൊരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീയതി പിന്നീട് അറിയിക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി അറിയിച്ചു. അപ്പോൾ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ സെലക്ഷന് വേണ്ടി പോകാനിരുന്നവർ തൽക്കാലം നാളെ പോകണ്ട, മറ്റൊരു ഡേറ്റ് വരും, അതിന് ശേഷം മാത്രം പോയാൽ മതി, ചൂടൊക്കെ ഒന്ന് മാറട്ടെ. കേരളത്തിൽ പലയിടങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. ഇതിൽ അത് 16 ദിവസമാണ് 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കൊടും ചൂടിൽ സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, ജാഗ്രത പുലർത്തണം. അസാധാരണ സാഹചര്യത്തിലാണ് കേരളം. വേനൽക്കാലത്ത് ചൂടേറുമെങ്കിലും ഇത്തരമൊരു അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നതാണ് ചുരുക്കം.
താപനില പതിവിലും ഉയർന്നു എന്ന് മാത്രമല്ല ജീവിത രീതിയിലുണ്ടായ മാറ്റവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ആദ്യമായി ഇടം പിടിച്ചിരിക്കുകയാണ് കേരളം. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായാണ് കേരളം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഇടം പിടിക്കുന്നത്. ഇത്തരത്തിൽ ഈ പച്ച നിറത്തിലുള്ളത് ഉഷ്ണതരംഗ മേഖല അല്ലാത്ത സംസ്ഥാനങ്ങളാണ്. അതുപോലെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് അതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തെക്കാൾ കൂടുതൽ ഒരു ഉഷ്ണതരംഗ മേഖലയായി മാറുന്നത് നമുക്ക് മാപ്പിൽ നിന്ന് വ്യക്തമായി കാണാം. അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ ഉഷ്ണതരംഗ മേഖലയായി കാണപ്പെടുന്നത്. കേരളം നിലവിലിപ്പോൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സമാനമാണെങ്കിലും ഇത്തരത്തിൽ ഒരു താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഒഡീഷ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 ദിവസമാണ് ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് 2016-ൽ 14 ദിവസമായിരുന്നു ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 1989-ൽ 8 ദിവസവും കഴിഞ്ഞ വർഷം 3 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2020-21 വർഷങ്ങളിൽ ഒരു ദിവസം പോലും താപനില 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരു 6 വർഷത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ മാർച്ച് ഏപ്രിൽ മാസത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഇതിലെ ഈ ചുവന്ന രേഖയാണ് 2024-ലെ കണക്ക് സൂചിപ്പിക്കുന്നത്. നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാം. 2024-ലാണ് ഏറ്റവും കുറവ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അതുപോലെ ഈ നീല രേഖ 2022-ലെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു കണക്ക് 2022-ലായിരുന്നു. ഈ വർഷം തന്നെ ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ മലപ്പുറം ഈ വർഷം നോക്കിയാൽ തീരെ മഴ ലഭിക്കാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. 2024-ൽ തീരെ മലപ്പുറത്ത് മഴ ലഭിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിലൊന്നും ഈ വർഷം തീരെ മഴ ലഭിച്ചിട്ടില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യക്തമായി ഈ കണക്കിലും നമുക്ക് മനസ്സിലാക്കാം. 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഒരു വേനൽ മഴ ലഭിച്ചത് ഏറ്റവും കുറവാണ് ഈ വർഷം എന്നുള്ളതും നമുക്കിതിൽ നിന്നും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയ വയനാട് ജില്ലയിൽ 34 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്, രാത്രികാല താപനില മുന്നറിയിപ്പ് തുടങ്ങി പല ജില്ലകളിലും ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. മെയ് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ മാത്രമേ ലഭിക്കൂ എന്നും താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയെന്ന് കണ്ടറിയണം. ആയിഷത്തുൽ ഷംന വിവരങ്ങൾ നൽകിയത്. ഈ നമ്മൾ കള്ളക്കടലിനെ പറ്റി പറഞ്ഞല്ലോ. മോർണിംഗ് വൈബ്സിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊരു കമൻറ്റാണ്, GK കോട്ടപ്പുറം, കടലും പഠിച്ചു കള്ളത്തരം. ഇതൊക്കെ ആരിൽ നിന്ന് പഠിച്ചു? എൻ്റെ GK കോട്ടപ്പുറം എന്താണ്. താഴെ മറ്റൊരു മീം വന്നിട്ടുണ്ട് മുസ്തഫയുടെ, അത് ജോജി എന്ന സിനിമയിൽ മറ്റേ ഫഹദിൻ്റെ എന്ന് പോടാ ബീപ് ബീപ് എന്നുള്ളത്. എനിവേ എന്തായാലും പ്രേക്ഷകർ ഇങ്ങനെ പ്രതികരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദു കൃഷ്ണനും തമ്മിലുണ്ടായ തർക്കം സംബന്ധിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യദു ഓടിച്ചിരുന്ന ബസ്സിലെ DVRൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തമ്പാനൂർ പോലീസ് നടത്തുന്നത്. അതേസമയം യദുവിൻ്റെ പരാതിയിൽ ആര്യ സഞ്ചരിച്ച സ്വകാര്യ വാഹനം ഓടിച്ചിരുന്ന സഹോദരനെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം യദു കൃഷ്ണൻ പരാതിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന കാര്യത്തിൽ മ്യൂസിയം പോലീസ് വൈകാതെ തീരുമാനമെടുത്തേക്കും. KSRTC ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയ് മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോകുന്നതിനിടെയുണ്ടായ അനുഭവമാണ് ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ ആയി പങ്കുവച്ചത്. വാഹനത്തിന് കടന്നു പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച് തൻ്റെ വാഹനത്തിന് പിറകിലെത്തിയ ബസ്സിൽ യദു എന്ന ഈ ഡ്രൈവർ നിരന്തരമായി ഹോൺ മുഴക്കുകയും പിന്നീട് നടുറോഡിൽ വാഹനം നിർത്തി പുറത്തിറങ്ങിയ യദു മോശമായി സംസാരിച്ചു എന്നുമാണ് റോഷ്ന പറയുന്നത്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് റോഷ്ന ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു. ആ വീഡിയോയിലേക്ക്.
ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ളൊരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. എൻ്റെ പേജ് വഴിയോ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം എനിക്കിപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത്. ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. അപ്പോൾ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായി അവർ പറയുന്നതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല. പേഴ്സണലി നമുക്കും ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ കുറെ പേര് എന്നോട് ചോദിച്ചു ഇതിന് തെളിവുണ്ടോ? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇത്രയും തർക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ബിഹേവിയർ എന്ന ഒരാളല്ല. സോ തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നീട് ഒരു വിഷയമാക്കണം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നു. നമ്മളെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് എന്തിനിങ്ങനെ പറഞ്ഞു, എന്തിന് ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ 10 പേര് അറിയുമെങ്കിൽ അറിയട്ടെ. കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പോകുന്നുണ്ട്. പക്ഷെ ഇതാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ് അതിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര താരം റോഷ്ന ആൻഡ്രോയ് ഇന്നലെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോ ആണത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ജസ്ന തിരോധാന കേസ് തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്നയുടെ പിതാവ് മുദ്രവെച്ച കവറിൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം കോടതിക്ക് നൽകിയിരുന്നു. തെളിവുകൾ കോടതി പരിശോധിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ CBIയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രധാന തെളിവുകൾ CBI വിട്ടുകളഞ്ഞു എന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം. ഹാജരാക്കിയ തെളിവുകൾ CBI നേരത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് കോടതി വ്യക്തമാക്കി. പിതാവ് പറയുന്ന തരത്തിൽ രക്തം പുരണ്ട വസ്ത്രം ജസ്നയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല എന്നാണ് CBIയുടെ നിലപാട്. കൂടുതൽ തെളിവുകൾ ഉണ്ട് എങ്കിൽ അന്വേഷണം തുടരുന്നതിന് തടസ്സമില്ലെന്നും CBI നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ KPCCയുടെ നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ രാവിലെ 10:30 യോഗം ആരംഭിക്കും. ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുധാകരൻ തുടങ്ങിയ നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും നേതൃയോഗത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പുള്ളത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും ഗോവയിലെ 2 മണ്ഡലങ്ങളിലും മെയ് 7-ന് തെരഞ്ഞെടുപ്പുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കൾ 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരിൽ ചിലരാണ്.
ലൈംഗികാരോപണ പരാതി നേരിട്ടിരുന്നു ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ്. മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം ജയിക്കും. ബംഗാൾ മുഖ്യമന്ത്രിയുമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവാണ് തനിക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നതെന്നും കൊച്ചിയിലെത്തിയപ്പോൾ ആനന്ദ് ബോസ് പറഞ്ഞു. എനിക്ക് എൻ്റെ സഹപ്രവർത്തക മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി യാതൊരു വഴക്കുകൂടലുമില്ല. വളരെ സൗഹൃദപരമായ ബന്ധമാണുള്ളത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഞാൻ ഇങ്ങോട്ട് വരും വഴി എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് കാണണം, അവരുടെ പാർട്ടിയിൽ ആരാണ് എനിക്കെതിരായിട്ട് നീങ്ങുന്നത്, എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കേട്ടില്ല. ആ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു സ്വരച്ചേച്ചയില്ലായ്മയുമില്ല. ഞാൻ ഗവർണർ എന്ന നിലയിൽ എൻ്റെ ജോലി ചെയ്യുന്നു. അതിലാരും ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അഴിമതിക്കെതിരായി, അക്രമത്തിനെതിരായി ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും. ആരെതിർത്താലും അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാനും കഴിയും. ഡോക്ടർ CV ആനന്ദ് ബോസ് ഇന്നലെ കൊച്ചിയിലെത്തിയപ്പോൾ പ്രതികരിച്ചതാണ്. എന്നാലും പശ്ചിമബംഗാൾ ഗവർണർക്കെതിരെ ഒരു ലൈംഗിക പീഡന പരാതി വന്നത് എവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇനി തിരുവനന്തപുരം ആക്കുളം അവിടെ ഒരു ചില്ലുപാലം നിർമ്മിച്ചിരുന്നു. അവിടെ വിള്ളലുണ്ടാക്കിയത് അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പരാതി. സംഭവത്തിന് പിന്നിൽ സാമൂഹിക ദ്രോഹികളാണ് എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്നു. വട്ടിയൂർക്കാവ് സ്വദേശി രതീഷിന്റെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്, ഈ ചില്ലുപാലമാണ് പൊട്ടിയതായി പരാതി ഉയരുന്നത്. ഇതിൽ അട്ടിമറി ഉണ്ടെന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ആക്കുളത്തേത്. ഇത് നേരത്തെ ഉദ്ഘാടനം നടത്താൻ തീയതി തീരുമാനിച്ചാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ മുൻവശത്ത് ഗ്ലാസ് പൊട്ടിയതായുള്ള സംശയം ഉയർന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ ഗ്ലാസിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതെങ്ങനെ 1.20 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലമാണ്. അത് ഇങ്ങനെ പൊട്ടിയതിൽ വലിയ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നു. അട്ടിമറി ഉണ്ടെന്ന ആരോപണം ഇതിന്റെ നടത്തിപ്പുകാർ ഉന്നയിക്കുന്നു. കോഴിക്കോട് NIT ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പാലമാണ് ഇത്തരത്തിൽ പൊട്ടിയതായി ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. നേരത്തെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിലുള്ളതിനാലും അതിനും തൊട്ടുമുമ്പ് ആക്കുളത്തെ കർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനാലും ഇതിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. ഇത് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയാണ് ഇതിന്റെ നടത്തിപ്പുള്ളത്. പാലത്തിലെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ്, അതായത് ഏതാണ്ട് ഈ ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി. ഇവിടെയാണ് ഇതിന്റെ തുടക്കം. അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പരിശോധനയുടെ മറ്റു ഭാഗമായി ഫോറൻസിക് പരിശോധന അല്പസമയം മുമ്പ് ഇവിടെ നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഇവിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇതിന്റെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെ ഇത് പൊട്ടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കനത്ത ചൂടാണ് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ. അതിന്റെ ഭാഗമായി പൊട്ടിയതാണെന്ന് പറയുമ്പോഴും അതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമില്ല. കാരണം ഈ വലിയ ചൂടിലുമൊക്കെ പൊട്ടാതെ നിൽക്കേണ്ട പാലമാണിത്. അങ്ങനെയുള്ള ഗ്ലാസ്സാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് പൊട്ടലുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരുന്നത്. ഇത് പലതരത്തിലുള്ള ആശങ്കകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ പൊട്ടിച്ചതാണ് എന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഘട്ടത്തിലുള്ളത്. അങ്ങനെയല്ല, സ്വാഭാവികമായി ഇതിന് പൊട്ടലുണ്ടായതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അടക്കമുള്ള, ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉയർന്നു വരും. ഇവിടെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് കാര്യത്തിൽ കൂടുതൽ പരിശോധന നടക്കും. ഈ പൊട്ടിയ ഭാഗം മാറ്റാനായുള്ള നടപടികൾ ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാര വകുപ്പ് ഇത്തരമൊരു ചില്ലുപാലം ആക്കുളത്ത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകതകളുള്ള, സംസ്ഥാനത്ത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നിർമ്മിച്ചിട്ടാ തരത്തിലൊരു ചില്ലുപാലമാണിത്. കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും പുറമെ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ, ചില്ലുപാലം നടക്കുമ്പോൾ ഇത് പൊട്ടുന്ന ഒരു പ്രതീതി ആളുകൾക്ക് ഉണ്ടാകും. അത്തരത്തിൽ വളരെ ആധുനികമായ തരത്തിലുള്ള, വളരെ സാഹസികമായ തരത്തിലുള്ള ചില്ലുപാലമാണ്. 75 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 52 മീറ്റർ നീളമുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നോക്കിയാൽ ഈ ആക്കുളം കായലും ഈ പ്രദേശത്ത്, തലസ്ഥാനത്തിന് ഏതാണ്ട് എല്ലാ പ്രദേശവും കാണാവുന്ന തരത്തിലുള്ള ഒരു പാലമാണ്. കഴിഞ്ഞ ഈ മാസം
ഒരു വർഷം മുമ്പാണ് ഈ പാലം ടൂറിസം വകുപ്പ് ഈ പാലം നിർമ്മിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ഒരു വർഷം പിന്നിടുന്നു. ഇപ്പോഴും ഈ പാലം നിർമ്മിച്ച് പണി ഏകദേശം പൂർത്തിയായി പറയുമ്പോഴും ആളുകൾക്കായി തുറന്നു കൊടുത്തില്ല. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു അട്ടിമറി സംശയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയതോടുകൂടി അട്ടിമറി എന്ന ഒരു നിലപാട് തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പുമൊക്കെ ഉള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന്. ഇനി നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകിയൊരു വാർത്തയായിരുന്നു സഞ്ജു സാംസൺ ഇന്ത്യൻ ലോകകപ്പ് സംഘത്തിലേക്ക് എത്തിയത്. അപ്പോൾ സഞ്ജു സാംസണിന് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ അതിഗംഭീരമായി നയിക്കുന്ന സഞ്ജു, അതിഗംഭീര ബാറ്റിംഗ് പ്രകടനം നടത്തുന്ന സഞ്ജു സമ്മാനിച്ച ഒരു സ്റ്റമ്പ് അത് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാം. തിരുവനന്തപുരം മുട്ടത്തറയിലെ ലോർഡ് ആർട്സ് ആൻഡ് സ്പോർട്സിലെ അംഗങ്ങളാണ് അവർ. അണ്ടർ 19 ടീമിൽ അംഗമായിരിക്കെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിന് ശേഷം ഊരിയെടുത്ത സ്റ്റമ്പാണ് പിന്നീട് സഞ്ജു ഇവർക്ക് സമ്മാനമായി നൽകിയത്. അന്ന് സഞ്ജു മുട്ടത്തറയിലായിരുന്നു താമസം. ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി സഞ്ജു വി സാംസൺ എത്തിയതോടെ മലയാളികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മുട്ടത്തറയിലാണ്. ആദ്യം നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അണ്ടർ 19 ടീമിൽ സഞ്ജു കളിക്കുമ്പോൾ ഇന്ത്യ കപ്പ് നേടിയപ്പോൾ, ലോകകപ്പ് നേടിയപ്പോൾ സഞ്ജു വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ദൃശ്യമാണിത്. ഇവിടെയായിരുന്നു സഞ്ജുവും കുടുംബവും താമസിച്ചിരുന്നത്. അന്ന് ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ലോർഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ അന്നത്തെ ഭാരവാഹികളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഇവർക്ക് ഇങ്ങനെ സഞ്ജു ലോകകപ്പ് ടീമിൽ എത്തുമ്പോൾ അന്ന് സഞ്ജു നൽകിയ ഒരു സമ്മാനം അത് നിധി പോലെ സൂക്ഷിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം? ഇത് ഞങ്ങൾക്കൊരു കുഞ്ഞ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, ലോർഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ആ സമയത്ത് സഞ്ജു അണ്ടർ വേൾഡ് കപ്പിൽ കപ്പ് നേടി ഓസ്ട്രേലിയൻ ടീമിലായിരുന്നു. അപ്പോൾ അവർക്കെതിരെ നേടി കപ്പ് കിട്ടിയ ഉടനെ ഈ സ്റ്റെമ്പ് വലിച്ചൂരി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്നു ആശംസ അറിയിക്കാനായിട്ട്. ഞങ്ങളൊരു ബറ്റാലിയൻ ടീമും ജിജോ, ഞാൻ, ധനീഷ്, അമല്, അങ്ങനെ ഒത്തിരി കൂട്ടുകാരായിട്ടാണ് വന്നത്. സുധി വന്നപ്പോഴത്തേക്ക് പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി ഒരേ തമാശയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളും വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ച് പുള്ളി ഭയങ്കര തമാശയും കാര്യമായിരുന്നു. അപ്പോൾ പറഞ്ഞ ആ സഞ്ജു സംസാരിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂലല്ലേ, നിങ്ങൾ എന്തെങ്കിലും തന്നേ വിടാന്നുള്ള ഒരു സൗണ്ടിൽ അദ്ദേഹം സംസാരിച്ചു. ചെറിയ സൗണ്ട് ഉണ്ട്. അല്ല, പുള്ളി ഇപ്പൊ എല്ലായിടത്തും ഇമിറ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ തന്ന സ്റ്റെമ്പാണ് ഇത് ഓസ്ട്രേലിയയിലെ കപ്പ് നേടിയപ്പോൾ ആദ്യമായിട്ട് കീപ്പ് ചെയ്ത് വലിച്ചൂരിയതാണ്, വിജയിച്ചപ്പോൾ ഊരിയതാണ്. അപ്പോൾ ഇതൊരു 10-18 വർഷം ആവുന്നു. ഞങ്ങൾ ഇപ്പോഴും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുകയാണ്. പലരും വന്ന് ചോദിച്ചാൽ അതൊന്നും കളിക്കാൻ കൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിനും കൊടുത്തില്ല. ഇവിടെ എന്തിനു വേണമെങ്കിലും തരാമെന്നും പറഞ്ഞ് ഞങ്ങളത് വിട്ടുകൊടുക്കില്ല. ഇപ്പം ഒരു അഭിമാനമായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഈ മുട്ടത്തറയ്ക്ക് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു താരമായി മാറി. ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ കുഞ്ഞ് മുട്ടത്തറ ഗ്രാമത്തിൽ ഇപ്പോൾ സഞ്ജു വന്ന് താമസിച്ച വീടും പിന്നെ സഞ്ജുവിനെ ഞങ്ങൾ നേരിട്ട് കണ്ടതും സഞ്ജു സമ്മാനമായിട്ട് തന്നത് ഞങ്ങൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ്. എങ്ങനെയായിരുന്നു സഞ്ജുവിനെ കാണാമെന്നത്? സഞ്ജുവിനെ കാണാമെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ലോർഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യുവജനങ്ങളുടെ ഒരു ചെറിയൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഈ ചിത്രം അന്ന് സഞ്ജു തന്ന ചിത്രമാണല്ലേ? ഞാൻ സുമേഷൊക്കെ വന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. ഒരു ക്ലബിന്റെ ഒരു ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ക്ഷണിക്കാനാണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ഓസ്ട്രേലിയയിൽ വിൻ ചെയ്ത സമയത്ത് അദ്ദേഹം കീപ്പറായിരുന്നു. അപ്പോൾ വിൻ ചെയ്ത സമയത്ത് അദ്ദേഹം ഊരിയ ആ ഒരു കുക്കുപുറയുടെ സ്റ്റെമ്പാണ് ഞങ്ങൾക്ക് അദ്ദേഹം തന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മൾ അദ്ദേഹം IPL എമേജിംഗ് പ്ലെയർ ആയിരുന്ന സമയത്തും ഞങ്ങൾ വലിയൊരു സ്വീകരണം, ഞങ്ങളും ഞങ്ങളുടെ ചേട്ടന്മാരുടെ ബാലിസ്റ്റിക് എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ചേട്ടന്മാരുടെ ക്ലബ്ബും എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകിയായിരുന്നു. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഈ വീട്ടിൽ വന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം IPLന്റെ വിവിധ ക്ലബ്ബുകളിൽ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നിയായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ, അതും ഞങ്ങൾക്ക് വലിയൊരു സന്തോഷവും. കാരണം ഞങ്ങളെപ്പോലുള്ള ഈ മുട്ടത്തറ എന്ന് പറയുന്ന ഈ ട്രിവാൻഡ്രത്ത് ആരും വളരെ അറിയാത്ത ഈ മുട്ടത്തറ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം താമസം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷവും അത് അഭിമാനം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യൻ ടീം എടുത്താൽ എല്ലാവരും പ്ലെയേഴ്സാണ്. അതിൽ തന്നെ അദ്ദേഹം കൂടി ഉൾപ്പെടുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ BCCIയുടെ ചീഫ് സെലക്ടറായ അജിത് അഗാക്കർ അദ്ദേഹം പറയുകയുണ്ടായി, സഞ്ജുവിനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സഞ്ജു ഏത് റോളിലും ഓപ്പണിംഗ് ആയാലും മിഡിൽ ഓർഡർ ആയാലും ഫിനിഷറായിട്ട് വരെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം
അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്രായം തന്നെ ചിന്തിക്കുന്നത് സഞ്ജുവിലൂടെ ഞങ്ങൾക്കും ഈ ഒരു സന്തോഷം വലിയൊരു സന്തോഷം പങ്കിടാൻ സാധിക്കട്ടെ. 2007 2011 ശ്രീശാന്തിലൂടെ കേരളത്തിന് അഭിമാനമായി മാറുവാൻ സാധിച്ചെങ്കിൽ ഈ 2024 സഞ്ജുവിലൂടെ ട്രിവാൻഡ്രത്തിനും ഒരു വലിയൊരു അഭിമാനമായിട്ട് മാറാൻ സാധിക്കട്ടെ. വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്കും ഭാവിയിൽ ക്രിക്കറ്റിനോടുള്ള താല്പര്യം വളർത്തി അവരും സഞ്ജുവിനെ മാതൃകയായിക്കൊണ്ട് വളരെ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അന്ന് വലിയ താരമൊന്നും ആയിട്ടില്ല, പക്ഷെ നിങ്ങളോടൊക്കെ വളരെ നന്നായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആള് നല്ല കൂളായിട്ട് സംസാരിക്കും, തമാശ പറയും. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് വിപരീതമായിട്ട് തമാശ രീതിയിലേ സംസാരിക്കത്തുള്ളൂ. നമുക്ക് അതൊരു സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആള് ഞങ്ങളെ ഷൗട്ട് ചെയ്ത് ഇറക്കുമോ. അങ്ങനെയൊന്നുമില്ല, വിളിച്ചു വരുത്തി ചായ വേണമെന്ന് ചോദിച്ച് അവസാനം നമ്മൾ പോകൂലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ അമ്മയടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അവർക്ക് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാണ് ആസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ ഊരിയ സ്റ്റെമ്പാണ് എന്ന് പറഞ്ഞ് ചെറിയൊരു സൈൻ അപ്പോഴും തന്നതാണ്. പക്ഷേ ഇപ്പം മാഞ്ഞു പോയി, വർഷങ്ങൾ കുറേ ആയി. അതിൻ്റെ ഒരു ചെറിയൊരു സൈനുണ്ട്, അത് ഞങ്ങൾ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പ് നേടുമ്പോഴത്തേക്ക് സഞ്ജു എവിടെയെങ്കിലും ഈ ഒരു വാർത്ത കാണുകയാണെങ്കിൽ പുള്ളി കണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെ നടക്കട്ടെ. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മുട്ടത്തറയിലെ ലോർഡ്സ് ടീം അംഗങ്ങളാണ് വി വിനോദിനൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് മെക്സിക്കോയിൽ നിന്നാണ്. ഇപ്പോൾ എല്ലാവരും ഈ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഫേഷ്യലിലൊക്കെ പോകുന്ന ആളുകളാണല്ലോ. അപ്പോൾ മെക്സിക്കോയിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ അത് ജാഗ്രത മുന്നറിയിപ്പൊന്നുമല്ല, പക്ഷേ ഒരു കൗതുകം കൊണ്ട് അറിയിക്കുന്നെന്ന് മാത്രം. ഈ വാമ്പയർ ഫേഷ്യൽ എന്നുള്ള ഒരു ഫേഷ്യലുണ്ട്. അത് ചെയ്ത 3 സ്ത്രീകൾക്ക് HIV ബാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ അത് എത്രമാത്രം ലീഗലി നടന്ന ഒരു സ്പായൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്നാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ഒപ്പം തന്നെ മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാകുകയാണ്. ഈ റിപ്പോർട്ടിന് ശേഷം മോർണിംഗ് വൈബ്സ് പൂർത്തിയാകും. വീണ്ടും നാളെ എത്തും. നമസ്കാരം. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പലവിധത്തിലുള്ള സൗന്ദര്യവർദ്ധക രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഫേഷ്യലുകൾ അതിൽ സർവ്വസാധാരണമായ കാര്യമാണ്. ഫേഷ്യലുകൾ തന്നെ പലവിധമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് അല്പം അപകടം പിടിച്ച പണിയാണ്. ന്യൂ മെക്സിക്കോയിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത മെഡിക്കൽ സ്പായിൽ നിന്ന് ഏറെ പ്രശസ്തമായ വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV പിടിപെട്ടതായി അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കോസ്മെറ്റിക് ഇഞ്ചക്ഷനെ തുടർന്ന് HIV പിടിപെടുന്ന ആദ്യ സംഭവമാണിത്. ന്യൂ മെക്സിക്കോയിലെ ഒരു മെഡിക്കൽ സ്പായിൽ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV ബാധിച്ചതായി US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 2018 മുതൽ 2023 വരെ ക്ലിനിക്കിൽ നടത്തിയ അന്വേഷണത്തിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഡിസ്പോസിബിൾ ഉപകരണങ്ങൾ വീണ്ടും ഉപയോഗിച്ചതായി തെളിഞ്ഞതായി DCC റിപ്പോർട്ട് പറയുന്നു. 2018 ന്യൂ മെക്സിക്കോയിലെ ആരോഗ്യ വിഭാഗം സ്പായെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. അപകട സാധ്യതയുള്ള ഘടകങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും 40 വയസ്സുള്ള സ്ത്രീക്ക് HIV ബാധിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം തുടങ്ങിയത്. ഈ ക്ലിനിക്കിൽ വെച്ച് സിറിഞ്ച് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സ ഇവർ ചെയ്തിരുന്നു. അതേ വർഷം തന്നെ ഇവിടെ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത മധ്യവയസ്കരായ 2 സ്ത്രീകൾക്കാണ് HIV ബാധ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒരാളുടെ അണുബാധ 2019 രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെയാളുടെ അണുബാധ കണ്ടെത്തിയതാകട്ടെ 2023 കടുത്ത ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ്. 40 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരാണ് രോഗികളെന്ന് DCC റിപ്പോർട്ട് ചെയ്തു. സ്പായിലെ അടുക്കളയിലും റെഫ്രിജറേറ്ററിലും ഭക്ഷണത്തിനും കുത്തിവെപ്പ് ഉപകരണങ്ങൾക്കും അടുത്തായി ലേബൽ ചെയ്യാത്ത ബ്ലഡ് ട്യൂബുകളുടെ ഒരു റാക്ക് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനു പുറമെ ഡ്രോയറുകളിലും കൗണ്ടറുകളിലും ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിച്ച നിലയിലും പൊതിയാത്ത നിലയിൽ സിറിഞ്ചുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ സ്പാ അടച്ചുപൂട്ടിയെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിയതുൾപ്പെടെ 5 കുറ്റങ്ങൾക്ക് സ്പായുടെ ഉടമയും 60-കാരിയുമായ മരിയ റാമോസ് ടി റൂയിസിനെ പ്രോസിക്യൂട്ട് ചെയ്തു. 3.5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെട്ടു. സ്പായിൽ ജോലി ചെയ്തിരുന്ന 59 സഹായികൾക്കും വാമ്പയർ ഫേഷ്യൽ ചെയ്ത 20 പേർക്കും HIV പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്താണ് വാമ്പയർ ഫേഷ്യൽ? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഫേഷ്യൽ എന്നും അറിയപ്പെടുന്ന വാമ്പയർ ഫേഷ്യൽ ഒരു സൗന്ദര്യവർദ്ധക മാർഗമാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നെടുക്കുന്ന രക്തം മുഖത്ത് കുത്തിവെച്ച് നടത്തുന്ന ഫേഷ്യലാണിത്. ചർമ്മകോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഈ രീതിയിലുള്ള പ്രക്രിയയ്ക്ക് കഴിയുമെന്ന് കരുതപ്പെടുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു.
ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും മുഖത്തെ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ നിറത്തിന് തിളക്കം നൽകാനും കഴിയുമെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കിം കർദിഷിയാനെ പോലുള്ള സെലിബ്രിറ്റികൾക്കിടയിൽ ഈ ഫേഷ്യൽ പ്രശസ്തമാണ്. വാമ്പയർ ഫേഷ്യലുകളിൽ വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയ പ്ലേറ്റ്ലെറ്റുകൾ കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ടിഷ്യൂ മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് NDTVയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമായ പ്ലാസ്മ വേർതിരിച്ചെടുക്കാൻ രക്തം ഒരു സെൻട്രിഫ്യൂജിൽ വയ്ക്കുകയും അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുത്ത വാമ്പയർ ഫേഷ്യലിനായി ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. വാമ്പയർ ചെയ്യുന്നയാളുടെ സ്വന്തം രക്തം തന്നെ ഉപയോഗിക്കുന്നതിനാൽ ഇത് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രക്തം ഉപയോഗിച്ചുള്ള രീതിയായതിനാൽ അപകട സാധ്യത ഏറിയതുമാണ്. അതിനാൽ പരിചയസമ്പന്നരായ ലൈസൻസ് ഉള്ള ത്വക്ക് രോഗ വിദഗ്ധരുടെയോ പ്ലാസ്റ്റിക് സർജന്റെയോ സഹായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ എന്നും നിർദ്ദേശിക്കുന്നു. ഫേഷ്യൽ ചെയ്തതിനു ശേഷം ചിലപ്പോൾ വേദനയോ നീരോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഇത് അപ്രത്യക്ഷമാകും. 4 ആഴ്ച ഇടവിട്ട് 6 വാമ്പയർ ഫേഷ്യൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ഫലം നൽകുകയെന്ന് ത്വക്ക് രോഗ വിദഗ്ധനും നിക്കോളാസ് MDയുടെ സ്ഥാപകനുമായ ഡോക്ടർ കിം നിക്കോളാസ് പറഞ്ഞു. മുഖത്ത് ചുളിവുകൾ, മുഖക്കുരു പാടുകൾ, മറ്റ് ചർമ്മ പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്ക് വാമ്പയർ ഫേഷ്യൽ തിരഞ്ഞെടുക്കാമെന്ന് US ടുഡേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.